അല്ല ഒരു ഹൈടെക് ആയിട്ട് എടുത്ത ഒരു ഷോർട്ട് ഫിലിം. ഒന്നും പറയില്ല, ക്രിഞ്ച്, പട്ടി ക്രിഞ്ച്, സീരിയസ് ആയിട്ട് ക്രിഞ്ച്. നമ്മൾ ട്രെയിലറിൽ കണ്ടില്ലേ, അത് തന്നെയാണ് സിനിമ. അത് നല്ല രീതിയിൽ ജീന് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. കൊള്ളൂലാട്ടാ, വെറുതെ ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമല്ല ഇത്, വെറുതെ പൈസ പോയി. ടീസർ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു, നല്ല ഫൈറ്റ് കാണും, നല്ല മ്യൂസിക് ആയിരിക്കും, പണം ഒത്തിരി എൻഗേജിങ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്കൊന്നും പറയില്ല ചേട്ടാ, എന്താണോ എന്ന് എടുത്ത് വെച്ചിരിക്കണ വായിക്കൊള്ളൂല ഇടല്ലേ. കുഴപ്പമില്ല അവന്, ഓക്കെ. കൊള്ളത്തില്ല ഏട്ടാ, തല്ലിപ്പൊളിപ്പടം. കൊള്ളായിരുന്നു, മൂവി കൊള്ളായിരുന്നു, സൂപ്പർ. കുഴപ്പമില്ല, പോരാ, കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ല പടം. നല്ല സിനിമയാണ്, ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. എനിക്ക് വർക്കായി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ ഗ്രേഡിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. കൊള്ളായിരുന്നു പടം. നൈസ് പടമായിരുന്നു. കോമഡി ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നല്ല പടം. പോരാ ബ്രോ, ഇല്ല കുഴപ്പമില്ല, എന്താന്ന് പറയാൻ പറ്റത്തില്ല, ഒന്നുമില്ല, വേറെ അഭിപ്രായമൊന്നുമില്ല. കുഴപ്പമില്ല കണ്ടിരിക്കാന്നുള്ളേ ഉള്ളൂ, വലിയ ഇതൊന്നും ഇല്ല. പറയുന്നില്ല. സൂപ്പർ. ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. 100 കോടിയാ, 100 കോടി, അതിൽ വേറെ ഒന്നുമില്ല. 100 കോടി ഉറപ്പ്. വായിക്കൊള്ളൂല ഇടല്ലേ. നല്ല പടമായിരുന്നു, നല്ല മൂവിയായിരുന്നു. കുറേ കോമഡി ഒക്കെ ഉണ്ടായിരുന്നു, ചിരിക്കാനായിട്ട് നല്ലതായിരുന്നു. ടോവിനോ നല്ലതായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു, എല്ലാവരും നല്ലതായിരുന്നു. കുഴപ്പമില്ല, നല്ല സിനിമ. കൊള്ളൂലാട്ടാ, വെറുതെ ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമല്ല ഇത്, വെറുതെ പൈസ പോയി. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. എന്താ പറയാൻ, നല്ല പടം. ടോവിനൊരു അഭിനയം കൊള്ളാം. നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിരുന്നു. ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കോമഡി പോലെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ്. നന്നായിട്ട് പടം നന്നായിട്ടുണ്ട്. ടോവിനോ നന്നായിട്ടുണ്ട്, ലാൽ ജൂനിയർ നന്നായിട്ടുണ്ട്, ഡയറക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പടം നന്നായിട്ട് കാണാൻ പറ്റും, എല്ലാവരും കാണാൻ. പടം അത്ര ഒരു ഫ്ലാറ്റ് പടം ബ്രോ, വലിയ ഇതില്ലേ. ഞാൻ കാണണമെന്ന് വിചാരിച്ച് വന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. മേക്കിംഗ് കൊള്ളാം, പാട്ട് കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, ഒരു കളർഫുള്ളാണ്. എനിക്കൊന്നും തോന്നില്ല, 2.5 മണിക്കൂർ അതിൻ്റെ ചുമ്മാ ഏസി കൊണ്ടിരിക്കുക, അത്ര തന്നെ. ഒന്നും പറയില്ല, ക്രിഞ്ച്, പട്ടി ക്രിഞ്ച്, സീരിയസ് ആയിട്ട് ക്രിഞ്ചാണ്, വേറെ ഒന്നും പറയാനില്ല. കണ്ടുകൊണ്ടിരിക്കാം ജസ്റ്റ്, അല്ലാതെ അതിൽ വേറെ സിനിമയിലൊന്നും ഹിറ്റ് അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. തിരക്കില്ല, ഇല്ല കുഴപ്പമില്ല, കണ്ടിരിക്കുക. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടോവിനോയുടെ ആക്ടിങ് ഉള്ളായിരുന്നു, അത്യാവശ്യം കണ്ടിരിക്കുക. ഇങ്ങനെ ഒരു പടമായിട്ട് പോകും. നല്ല പടം, ക്ലാസ് പടം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് ക്ലാസ് എന്ന് പറയുമ്പോൾ മറ്റേ ഫ്രെയിം സ്ലോയിൽ പോണ സാധനമല്ല, ഫാസ്റ്റായിട്ട് തന്നെ പോകണ, ത്രൂ ഔട്ട് എൻഗേജിങ് ആണ്. നല്ല കിടിലം തിരക്കഥയാണ് എഴുതിയിരിക്കുന്നത്, അതുപോലെ പെർഫോമൻസ് എല്ലാം കൊള്ളാം. പക്ഷേ എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് രസത്തിൽ കാണാൻ പറ്റും. ആവറേജ് പടമാണ് ബ്രോ. ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയൊരു ലാഗൊക്കെ ഉണ്ട്, സെക്കൻഡ് ഹാഫ് വലിയ കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ. അങ്ങനെ എടുത്തു പറയാൻ ടോവിനോയുടെ ആക്ടിങ് കൊള്ളായിരുന്നു, അതൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പടം. ബ്രോ ഫീൽ ഗുഡ് ആക്കി എടുക്കാൻ നോക്കിയതാണ്, നല്ല രീതിയിൽ ക്രിഞ്ചായിപ്പോയി. അല്ല ഒരു ഹൈടെക് ആയിട്ട് എടുത്ത ഒരു ഷോർട്ട് ഫിലിം, അത്രയാണ്. എടുത്തു പറയാൻ കോസ്റ്റ്യൂമൊക്കെ പക്കയാണ്, പിന്നെ ലുക്ക് അതൊക്കെ സെറ്റാണ്. പക്ഷേ സിനിമ ക്ലൈമാക്സിൽ നല്ല രീതിയിൽ മൂഞ്ചിപ്പ്. പടം കുഴപ്പമില്ല, ഒരു ആവറേജായിട്ടാണ് തോന്നിയത്. മ്യൂസിക് എല്ലാം കൊള്ളാം, സ്റ്റോറി എല്ലാം കുഴപ്പമില്ല. പക്ഷേ പടത്തിനോട് നമുക്കൊന്ന് ഇന്നാവാൻ പറ്റിയിട്ടില്ല. പടമായിട്ട് നമുക്കൊന്ന് ഇമോഷണലായിട്ട് കണക്റ്റ് ആവാൻ എന്തോ പറ്റണല്ലോ, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും. മച്ചാനെ ഒരു ആവറേജ് അനുഭവമായിരുന്നു, വൺ ടൈം വാച്ചബിളായിരുന്നു. അല്ലാണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രതീക്ഷിച്ചു നമ്മൾ, അപ്പോൾ അത്രയ്ക്കുള്ളതൊന്നുമില്ല, ജസ്റ്റ് ഒരു തവണ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. സിനിമ കൊള്ളാം, നല്ല പടം. നമ്മൾ ട്രെയിലറിൽ കണ്ട കഥ എന്താണോ അത് തന്നെയാണ് സിനിമ. ഒരുപാട് ചിരിക്കാനുണ്ട്, സുരേഷ് കൃഷ്ണയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ട്രെയിലറിൽ കണ്ടില്ലേ, അത് തന്നെയാണ് സിനിമ. അത് നല്ല രീതിയിൽ ജീന് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. കിട്ടില്ല പടം കൊള്ളാം, അടിപൊളി പടം. പക്ഷേ ഒരു ബോറടിയൊന്നുമില്ല, കോമഡി എല്ലാം പൊളിയാണ്, കോമഡി എല്ലാം പൊളിയാണ്, എല്ലാം കണ്ടെങ്കിൽ നല്ല ചിരിക്കാനൊക്കെ ഉണ്ട് ഒരുപാടൊക്കെ. പിന്നെ ലാസ്റ്റ് കുറച്ച് ഇമോഷണലൊക്കെ ഉണ്ട്, അങ്ങനെ കൊള്ളാം, ബോറടിയൊന്നുമില്ല, നല്ല പക്ക ഒരു കോമഡി എല്ലാം പടം. എനിക്കൊന്നും പറയില്ല ചേട്ടാ, എന്താണോ എന്ന് എടുത്ത് വെച്ചിരിക്കണ. ടീച്ചറെ കണ്ട് ഭയങ്കര ഹൈപ്പ് കയറി തല്ലിമാലയ്ക്ക് ശേഷം അത്ര ഒരു സ്റ്റൈലിഷ് പടമാണെന്ന് വിചാരിച്ചാണ് വന്നത്. ഇതൊരുമാതിരി എന്തിനോ ടോവിനോനെ കിട്ടി, നല്ലൊരു ബഡ്ജറ്റ് കിട്ടി, എന്തെങ്കിലും പടം എടുത്ത് വയ്ക്കാവുന്ന രീതിക്ക് എടുത്ത് വെച്ച പോലെ അൾട്ടിമേറ്റ് പുച്ച്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മൊത്തത്തിൽ ശോകം പടമായിരുന്നു ബ്രോ. തുടക്കത്തിൽ അത്യാവശ്യം കൊള്ളായിരുന്നു, മേക്കിംഗ് കൊള്ളായിരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് ഫ്ലാറ്റ് ആയിട്ടാണ് പടം പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് അവസാനമൊക്കെ ആയപ്പോൾ പടം തീർന്നില്ലല്ലോ എന്നായിപ്പോൾ, അങ്ങനെ ഒരു വല്ലാത്തൊരു മോശം എക്സ്പീരിയൻസ്. പടം ഒരു ആവറേജ് ആണ്, വൺ ടൈം വാച്ചബിൾ, അതാണ്, വേറെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. അപ്പോൾ പടം കൊള്ളാം, അത് സൂപ്പർ. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്ന രീതിയിൽ തന്നെയായിരുന്നു എൻഡിങ് അതൊക്കെ. അപ്പം വലിയൊരു സർപ്രൈസ് അങ്ങനെ ഇല്ലായിരുന്നു, പക്ഷേ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു ആവറേജ് പടം, അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. സ്റ്റോറി ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്, ബാക്കിയൊക്കെ കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ അവസാനമൊക്കെ ഒരു ചെറിയ ലാഗൊക്കെ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ കുഴപ്പമില്ല. ടോവിനോയുടെ പെർഫോമൻസും കൊള്ളായിരുന്നു. പടം കുഴപ്പമില്ല കേട്ടോ,
ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. പിന്നെ യൂത്തിന് ഇഷ്ടപ്പെടും. നല്ല ഇഷ്ടപ്പെടും. പടം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് മൂവിയാണ്. അല്ലാണ്ട് എന്തോ എനിക്ക് വലിയ ഹൈപ്പ് കണ്ടിട്ട് തോന്നിയില്ല. പക്ഷേ ടീസർ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. നല്ല ഫൈറ്റ് കാണാം, നല്ല മ്യൂസിക് ആയിരിക്കും, പടം ഒത്തിരി എൻഗേജിങ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നമ്മൾക്ക് വേറെ സിനിമകൾ കാണുമ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ടീസർ കിട്ടപ്പോഴേ ആ ഒരു ഓളം, പക്ഷെ അത് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയില്ല. ഓവറോൾ നോക്കണില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് നന്നായിട്ട് അവർ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു പടം കുറേ പൈസ ഇറക്കി, നല്ല കോസ്റ്റ്യൂംസ്, നല്ല ഒരു കളറൊക്കെ ഉണ്ട്. പക്ഷെ എന്തു പറയുക, സ്റ്റോറി അത്ര പോരാ. ഒരു ആവറേജ് തന്നെ എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല ഈ ഒരു പടം. ഞാൻ ഒരിക്കലും ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊന്നും പറയത്തില്ല. താല്പര്യമുള്ളവർക്ക് പോയി കാണാം, അത്രേ ഉള്ളൂ.